ഗൈസ്, ഞാൻ ഇന്നിവിടെ എൻ്റെ പച്ചക്കറി തോട്ടമാണ് കാണിക്കാൻ പോകുന്നത്. ചെറിയൊരു പച്ചക്കറി തോട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ കുറച്ച് പയറുണ്ട് ഇവിടെ. ഒരു 2-3 വെണ്ട, ഒരു ചീരത്തൈ ഉണ്ട്, പിന്നെ ഇവിടെ തക്കാളി, വെണ്ട, വഴുതനങ്ങ, മുളക് തൈ. ഇവിടെ കുറച്ച് പച്ചക്കറികളുണ്ട്, എല്ലാം ആയി വരുന്നുള്ളൂ. വെണ്ടയ്ക്ക് ഇപ്പം തന്നെ പൂവൊക്കെ ഇട്ടു, കായൊക്കെ വന്നു. പിന്നുള്ളത് ഇതാ എൻ്റെ മത്തന് ഇങ്ങനെ പടർന്ന് വരുന്നതേ ഉള്ളൂ. മുട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് കുറച്ചെണ്ണം. പിന്നെ ഇവിടെയും കുറച്ച് പയർ വെച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റംബൂട്ടാൻ തൈ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ കുറച്ച് എൻ്റെ വാഴ തൈകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇവിടെ ഒരു വാഴ ഉണ്ട്, ഇവിടെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു മൂച്ചിത്തൈ ഉണ്ട്. പിന്നെ ഇതാ ഞാൻ കപ്പ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ഒന്ന് 4 കപ്പയുണ്ട്. ഇത്രേ ഉള്ളൂ, ഇത്ര ചെറിയൊരു പച്ചക്കറി തോട്ടം. ഇതായൊരു കുമ്പളങ്ങൻ്റെ വള്ളി, കുമ്പളങ്ങ ഇവിടെ ഉണ്ടോ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു വെണ്ട, ഇവിടെയും കുറച്ച് ചീരയും, ഇവിടെ കുറച്ച് പയറും. ഇതിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കുറേയൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ട്. എല്ലാം ഒരു സ്ഥലത്തല്ല. പിന്നെ ഇവിടെ ഉണ്ട് ഉണ്ടോ, വാഴകളുണ്ട്. ഇവിടെ ഉണ്ട് കുറച്ച് പയർ. പിന്നെയാണ് നമ്മളെ പപ്പായ, നല്ല സൂപ്പറായിട്ട് ഉണ്ടാകുന്നുണ്ട്. ചെറുതാണ്, ഇനി ഇത് കുറേ വലുതാവും. ഇവിടെ ഒരു നേന്ത്രവാഴ കുലച്ചിട്ടുണ്ട്, മൂത്തിട്ടില്ല. ഇവിടെ മുളക് തൈ ഉണ്ട്. മുളക് ഒരു വെള്ള കളറിലില്ലേ മുളക് കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പുണ്ട്, വലുതായിട്ടുണ്ട്, മുകളിലെത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വാഴ കുലച്ചത്. പിന്നെ ഇവിടെ ഒരു ചിരങ്ങുണ്ട് കായ്ച്ച് കിടക്കണം, അതിനിപ്പോൾ ഞാൻ പറിക്കും ഇപ്പോൾ. പിന്നെ ഇവിടെ ഒരു മത്തനുണ്ട്. ഇതുണ്ടോ, ഒരു മത്തൻ ഇവിടെ കായ്ച്ച് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം കുഴിച്ചിട്ടതാണ്. ഇപ്പം ഞാൻ ആദ്യം കാണിച്ചു തന്നാൽ അതിപ്പോൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ ഒരു മത്തനും ഉണ്ട്. അപ്പം അങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് മഴ ആയത് കാരണം എനിക്ക് പുറത്തൊന്നും പോയി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഉച്ച കഴിഞ്ഞിട്ട് പോകണമെന്ന് കരുതിയതായിരുന്നു. ഇവിടെ നല്ല കൊക്കോത്തോട്ടമൊക്കെ ഉണ്ട്, അവിടെ പോയി ഒന്ന് വീഡിയോ എടുക്കണമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴും നല്ല മഴ പെയ്തു. ഇനി ഇൻഷാ അല്ലാഹ് നാളെ അവിടെ പോയിട്ട് എടുക്കണം.